കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് നാശനഷ്ടം. കടയ്ക്കാവൂർ റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വെമ്പായം പഴകുറ്റി റോഡിൽ ഇരിഞ്ചയത്ത് കാറ്റിൽ മരം വീണു. നെടുമങ്ങാട് അഴീക്കോടിന് സമീപം വലിയ പരസ്യ ബോർഡും വീണു. നിരവധി വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനാൽ വൈദ്യുതിയും നിലച്ചു. കാച്ചാണിയിൽ കാറിലും സ്കൂട്ടറിലും മരം വീണു. വർക്കല പാപനാശം തീരത്തും ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. ബിനിൽ ലീല സബോണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ബിനിൽ, തിരുവനന്തപുരത്തിന്റെ മൊത്തത്തിലുള്ള സ്ഥിതി എന്താണ് ജില്ലയിലുള്ളത്? ഇപ്പോഴും കാറ്റും മഴയും തുടരുകയാണോ? മലയോര മേഖലയിലേക്ക് സ്ഥിതി എന്താണ്? ലക്ഷ്മി, പകൽ സമയത്ത് വലിയ പ്രശ്നങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ വൈകുന്നേരത്തോടു കൂടി വലിയ കാറ്റും മഴയുമാണ് ഉണ്ടായത്. അത് ജില്ലയിൽ പരക്കെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണു എന്നുള്ളതാണ്. രണ്ടിടത്താണ് ട്രാക്കിലേക്ക് മരം വീണത്. അത് ഒന്ന് കഴക്കൂട്ടതും മറ്റൊന്ന് കടയ്ക്കാവൂരുമാണ്. ഇവിടെ റെയിൽവേ ട്രാക്കിലെ ലൈനിന് മുകളിലേക്കാണ് മരം വീണത്. വൈദ്യുതി വിച്ഛേദിച്ച് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ ആ ട്രാക്കിലൂടെ മാത്രമാണ് ട്രെയിൻ ഗതാഗതം നടക്കുന്നത്. മറ്റിടങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. മറ്റൊന്ന്, മലയോര മേഖലയിൽ വൈദ്യുതി ഇല്ല എന്നുള്ളതാണ്. അവിടെ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. മാത്രമല്ല, രണ്ടിടങ്ങളിൽ സ്കൂട്ടറിന് മുകളിലേക്കും കാറിന് മുകളിലേക്കും മരം വീണു. വർക്കല പാപനാശത്ത് വലിയ ശക്തമായ കാറ്റും മഴയുമായിരുന്നു. അവിടെ ശക്തമായ തിരയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളെ പോലീസ് എത്തി അവിടെ നിന്ന് മാറ്റി. മറ്റൊന്ന്, സമീപത്ത് 8 പോസ്റ്റ് സമീപം ഒരു കാർ പാർക്ക് ചെയ്തിരുന്നു. അതിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. പക്ഷേ അതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല. നാട്ടുകാർ ഓടിയെത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ആറ്റിങ്ങൽ മാമത്തും സമാനമായ രീതിയിൽ വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണു. ദേശീയപാതയിൽ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ MC റോഡിലും സമാനമായ സ്ഥിതിയുണ്ട്. വെമ്പായം നെടുമങ്ങാട് റൂട്ടിൽ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. അവിടെയും ഒന്ന് രണ്ടിടങ്ങളിൽ വലിയ മരങ്ങളാണ് കടപുഴകി വീണിട്ടുള്ളത്. കാച്ചാടിയിലാണ് ഇത്തരത്തിൽ സ്കൂട്ടറിന് മുകളിലേക്ക് മരം വീണത്. ആ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കുകളുണ്ട്. പക്ഷേ പരിക്കുകൾ സാരമുള്ളതല്ല എന്നാണ് ആ നാട്ടുകാർ നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന സൂചന. എന്തായാലും പലയിടങ്ങളിലും ഈ ശക്തമായ കാറ്റും മഴയും, ജില്ലയിൽ പരക്കെ ഈ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. അതിൽ പലയിടത്തും മരങ്ങൾ ഒടിഞ്ഞു വീണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പരസ്യ ബോർഡുകൾ നെടുമങ്ങാട് റോഡിലേക്ക് പതിച്ചു. പക്ഷേ ആർക്കും പരിക്കില്ല. അങ്ങനെ സാഹസികമായി തന്നെയാണ് ആളുകൾ ആ പരസ്യ ബോർഡ് വീണപ്പോൾ തന്നെ രക്ഷപ്പെടുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിലവിൽ എന്തായാലും മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലയിലാണ്. ഈ 3 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിലേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ തന്നെ റെഡ് അലർട്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം കൂടി KSDB നൽകുന്നുണ്ട്. ലക്ഷ്മി, ബിനിൽ സാബു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ